അല്ലെങ്കിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അല്ലെ ഒരിക്കലും ഞാൻ ഈ ഒരു വർഷക്കാലം ഇപ്പോൾ ഒരു 3-3.5 ലക്ഷം രൂപയോളം ചിലവായി. കുറേ ആൾക്കാർ, മോളുടെ സ്കൂളുകാരും എൻ്റെ കുറേ സംഘടനകളൊക്കെ കൂടി എന്നെ സഹായിച്ചിട്ടാണ് ഞാൻ മോളുടെ ട്രീറ്റ്മെൻറ്റ് ഇത്ര നാൾ നടത്തിയത്. ഇപ്പം എനിക്കൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒരു കലാകാരിയാണ്. ഷൂട്ടും കാര്യങ്ങളൊന്നുമില്ലാതെ കുറേ നാളായി ഞാൻ കഷ്ടപ്പെടുകയാണ്. ആരുടെ മുമ്പിൽ ഞാൻ തുറന്ന് കാണിക്കാറില്ല. കലാകാരന്മാരുടെ മനസ്സങ്ങനാണല്ലോ, ചിരിക്കാൻ അവർക്ക് അറിയുള്ളൂ. വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുകയാണ്. അപ്പോൾ ഒരു ഹെൽപ്പ്, എൻ്റെ മോളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് 20-ാം തീയതിയാണ് ഓപ്പറേഷൻ. അതിനൊന്ന് ഹെൽപ്പ് ചെയ്യണം. 2 ലക്ഷം രൂപയോളം ചിലവാകും. അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ അസമാനുമാണ്. വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ 14-ാം വാർഡിലെ ഒരു മോളുട്ടിയുടെ എമർജൻസി ആയിട്ടുള്ള വൻകുടലിലുള്ള മുഴ കാരണം ഒരു ഓപ്പറേഷൻ ഉണ്ട്. വാടക വിട്ട് നിൽക്കുന്ന ആ കുട്ടിയും കുട്ടിയുടെ താഴെ 2 പെൺകുട്ടികളും അതിൻ്റെ അമ്മ വല്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ മുന്നിൽ സഹായത്തിനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ അനിയന്മാരായ നാസർ തൂതയും റസാഖ് പാണ്ടിക്കാടും ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട്. 2 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ആ ഓപ്പറേഷത്തിന് നമ്മുടെ മുന്നിൽ സഹായത്തിന് കൈനീട്ടല്ലാതെ അമ്മക്ക് മറ്റൊരു മാർഗമില്ല. ആ സഹോദരിയുടെയും കുടുംബത്തിൻ്റെയും വിഷമങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി ചെറിയ ചെറിയ സഹായങ്ങൾ ഒരുമിച്ച് അയച്ചാൽ ഒരു ഭക്ഷണം ആ പൊന്നുമോൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ത് കഴിച്ചാലും അപ്പോൾ ഓക്കാനിച്ച് ഛർദിക്കാണ്. അപ്പോൾ ആ ഛർദി വളരെ ബുദ്ധിമുട്ട്, 10 മാസമായ മോള് ബുദ്ധിമുട്ടാണ്. നിങ്ങളെല്ലാവരും കഴിവിൻ്റെ പരമാവധി ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സ്നേഹത്തോടെ. നാസർമാനും അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. നാസറാൻ തൂത. വല്ലാത്തൊരു വിഷമമുള്ളൊരു കാര്യമാണ് നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നത്. വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ 14-ാം വാർഡിൽ താമസിക്കുന്ന ബിന്ദു എന്ന സഹോദരിയുടെ 2ാമത്തെ മോളാണ് ഈ ഒരു പൊന്നുമോള്. അമൃത പി നായർ. 14 വയസ്സായിട്ടുള്ളൂ. കുടലിൽ വന്നൊരു മുഴയാണ് ഇവരൊരു പ്രയാസം. ഏകദേശം 1 വർഷത്തോളമായി, 7 വർഷമായിട്ട് വാടക പെരയിലാണ് ഇവർ താമസിക്കുന്നത്. മാത്രമല്ല ഈ സഹോദരി ഒരു കലാകാരിയാണ്. സിനിമ, സീരിയൽ, നാടക രംഗത്ത് 20 വർഷത്തോളമായിട്ട് അഭിനയിച്ചും കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയാണ്. വളരെ കഷ്ടമാണ്. 3 മക്കളാണ് ഉള്ളത്. ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ട് ഏകദേശം 4 വർഷത്തിന്റെ മുകളിലായി. എറണാകുളത്തുള്ള ലിസിയ ഹോസ്പിറ്റലിൽ 18-ാം തീയതി അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 20-ാം തീയതി ഈ വരുന്ന ബുധനാഴ്ചയാണ് ഓപ്പറേഷൻ. ഏകദേശം 2 ലക്ഷം രൂപയോളം വരും. തീർത്തും അർഹതപ്പെട്ട ഒരു കുടുംബമാണ്. ഇവരെ അക്കൗണ്ട് നമ്പറും കോണ്ടാക്ട് നമ്പറും എല്ലാ ഇതിലും വെക്കുന്നുണ്ട്. മാത്രമല്ല ഈ നാട്ടിലെ പേര് ടീച്ചറാണ്, ഷെരീഫ ടീച്ചർ. 14-ാം വാർഡിലെ മെമ്പറും ഉണ്ട്. ഇവരെ പഠിപ്പും കാര്യങ്ങളും ഇവിടുത്തെ വാടകയും ചെലവിനും കൂടി ബുദ്ധിമുട്ടിലാണ്. 3-4 മാസത്തെ വാടകയും കൊടുക്കാനുണ്ട്. അപ്പൊ നിങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ. 20-ാം തീയതിയാണ് ഓപ്പറേഷൻ. 18-ാം തീയതി ഞങ്ങൾ ഇവിടുന്ന് പോവും. കുടലില് മുഴയാണ്. അപ്പോൾ അത് എത്രയും വേഗം ലാസ്റ്റ് സ്റ്റേജ് ആയിന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എത്രയും വേഗം ചെയ്യണമെന്നാ പറഞ്ഞേ. എൻ്റെ ചേച്ചിക്ക് ഓപ്പറേഷൻ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കണം പ്ലീസ്.